ഏവർക്കും സ്വാഗതം. SSLC IT എക്സാമിനേഷൻ 2025 ബന്ധപ്പെട്ട് കയറ്റ് പുറത്തിറക്കിയിരിക്കുന്ന സാമ്പിൾ ചോദ്യങ്ങളിലെ ഇങ്ക്സ്കേപ്പുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യമാണ്. ഇവിടെ തന്നിരിക്കുന്ന ഒരു മാതൃകയിൽ ഒരു ചിത്രം തയ്യാറാക്കി SVG ഫോർമാറ്റിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മോഡൽ തന്നിട്ടുണ്ട്. ആ മോഡൽ SVG ഫോർമാറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അത് ഇങ്ക്സ്കേപ്പ് തുറക്കുന്നു. അതിനായി ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ്, വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എടുക്കുന്നു. ഈ ഒരു പേജ് ബോർഡർ കളയുക. അതിനുവേണ്ടി ഫയൽ, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ നിന്നും ഈ ഷോ പേജ് ബോർഡർ എന്നുള്ള ടിക്ക് കളയുന്നു. ഇനി നമുക്ക് വേണ്ടത് ഒരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ആ റെക്റ്റാങ്കിൾ ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ചോദ്യത്തിൽ വൈറ്റ് കളറാണ്. പക്ഷേ ആദ്യം തന്നെ വൈറ്റ് കളർ എടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന റെക്റ്റാങ്കിൾ കാണാൻ കഴിയില്ല. അതുകൊണ്ട് മറ്റൊരു കളറിലാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഇനി അതിനുശേഷം നമുക്കതിൻ്റെ ബോർഡർ നൽകാം. ബോർഡർ നൽകുന്നതിന് വേണ്ടി സ്ട്രോക്ക് പെയിൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നിലവിലൊന്നും തന്നെ ഇല്ല, നോ പെയിൻറ്റ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഇൻറ്റു മാർക്കിന് ശേഷമുള്ള ഈ ഫ്ലാറ്റ് കളർ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് സ്ട്രോക്ക് സ്റ്റൈലിൻ്റെ വീതി അല്പം കൂട്ടി നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു 12 നിൽക്കട്ടെ 12 ആ ഒരു വീതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സ്ട്രോക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പം നിലവിൽ ബ്ലാക്ക് തന്നെയാണ് സ്ട്രോക്ക്, അതുകൊണ്ടാണ് സ്ട്രോക്ക് കാണാനായിട്ട് കഴിയാത്തത്. നമുക്കിതിനെ കളർ മാറ്റുന്നതിന് വേണ്ടി സ്ട്രോക്ക് പെയിൻറ്റിന് താഴെ കളറൊന്ന് മാറ്റി റെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു റെഡ് കളർ അവിടെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ ബോർഡർ റെഡ് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഉള്ളിലുള്ള ഈ ഫിൽ കളർ വൈറ്റ് ആക്കുന്നതിന് വേണ്ടി ഫില്ല് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ വൈറ്റ് കളറിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് വൈറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് ആ ഒരു ഹാഫ് സർക്കിളാണ്. ഒരു ഹാഫ് സർക്കിളും അതുപോലെ മറ്റൊരു സർക്കിളുമാണ് വരയ്ക്കേണ്ടത്. അതിനായി സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുക. ഒരു സർക്കിൾ വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ കാണുന്നത് ഒരു ബോർഡറായിട്ടാണ് വരുന്നത്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറുമാണ്. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ കളറൊന്ന് ബ്ലാക്കിലേക്ക് മാറ്റാം. ഇനി അതിൻ്റെ ഔട്ട്ലൈൻ കളയുകയാണ് ചെയ്യേണ്ടത്. ഔട്ട്ലൈൻ കളയുന്നതിന് വേണ്ടി സ്ട്രോക്ക് സ്റ്റൈൽ എന്നുള്ള ഭാഗത്ത് വീതി കുറയ്ക്കുകയോ അല്ലെങ്കിൽ സ്ട്രോക്ക് പെയിൻറ്റിന് ഇൻറ്റു മാർക്ക് കൊടുക്കുകയോ ചെയ്യാം. 2 മാർഗത്തിൽ അത് ചെയ്യാം. ഇനി അതിനുശേഷം ഇത് ഇങ്ങോട്ടേക്ക് എടുത്ത് വയ്ക്കുന്നു. ഇനി നമുക്കൊരു സർക്കിൾ കൂടെ ആവശ്യമുണ്ട്. ആ ഒരു സർക്കിൾ ആവശ്യമായ വലുപ്പത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിനൊരു ഹാഫ് സർക്കിളാക്കി മാറ്റുകയാണ് വേണ്ടത്. ഹാഫ് സർക്കിളാക്കുന്നതിന് ഇപ്പം നിലവിൽ സെലക്ഷനിലാണ് നിൽക്കുന്നത്. സെലക്ഷൻ ടൂള് മാറ്റിയതിന് ശേഷം ശ്രദ്ധിക്കുക, ഈ സർക്കിൾ ടൂൾ എടുക്കേണ്ടതുണ്ട്. സർക്കിൾ ടൂൾ എടുത്തതിന് ശേഷം ഈ സ്റ്റാർട്ട് എന്ന് കാണുന്ന ഭാഗത്ത് 180 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്താൽ അതൊരു ഹാഫ് സർക്കിളിലേക്ക് മാറുന്നതാണ്. ഇനി അതിൻ്റെ വലിപ്പമോ സ്ഥാനമോ ഒക്കെ മാറ്റണമെങ്കിൽ വീണ്ടും ഈ സെലക്ഷൻ ടൂളിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ആവശ്യമായ മാറ്റം വരുത്തുകയോ വലിപ്പം കൂട്ടുകയോ ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മാതൃക തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. എല്ലാം കൂടെ സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുന്നതിനായി ഫയൽ, സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പറും നൽകി സേവ് ചെയ്യുന്നതോടെ ഈ ഒരു പ്രവർത്തനം അവസാനിക്കുന്നു.